السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا، ربي زدنا علما. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സർവ്വലോക നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദീനീ സദസ്സിൻ്റെ ആമുഖത്തിലെന്നോണം വളരെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ അനുസരിച്ച് അവന് പൊരുത്തപ്പെടുന്ന രീതിയിൽ മരണം വരെ ജീവിക്കുവാനും മരണത്തിനപ്പുറത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ സ്വഹാബത്തിൻ്റെയും അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ചു ചേരാനുള്ള അതിമഹത്തായ തൗഫീഖ് നമുക്കേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് ഒരു പണ്ഡിതൻ്റെ ഒരു വാചകം വായിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത്, മരണപ്പെട്ട മനുഷ്യരുടെ ആഗ്രഹമെന്താണ് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർക്കെങ്ങാനും മറുപടി പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, പരിശുദ്ധ റമദാനിൽ ഒരു ദിവസം ജീവിക്കലാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് എന്നാണ്. എന്നുവെച്ചാൽ മരണത്തിന് ശേഷം ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. അതിൽപ്പെട്ട ഒന്നാണ് നാം ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന റമദാനിൻ്റെ സമയത്തിൻ്റെ വില. അതൊരു പക്ഷേ ചില ആളുകൾക്ക് ബോധ്യപ്പെടുക മരണശേഷം മാത്രമാണ്. മരിച്ചതിന് ശേഷം ഇതിൻ്റെ വില മനസ്സിലായിട്ട് യാതൊരു പ്രയോജനം ഇല്ലതാനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലേക്ക് ആയുസ് നീട്ടിത്തന്നു, ആരോഗ്യം തന്നു എന്നത് തന്നെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യാൻ മാത്രം വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ നിഅമത്തിൻ്റെ വില മനസ്സിലാക്കി ഇതിന് ശുക്ർ ചെയ്യാൻ, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കിട്ടാത്ത, അതോടൊപ്പം തന്നെ റമദാൻ വരെ ഏറെ സജീവമായി പള്ളിയിലും പരിസരങ്ങളിലുമെല്ലാം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ പലരും റമദാനിൻ്റെ 1 മുതൽ രോഗിയായി ഒരു നോമ്പ് പോലും നോൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റി നിർത്തി നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ആയുസ്സും ആരോഗ്യവും തന്നു എന്നത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ റബ്ബിനെ നന്ദി ചെയ്യുവാനുള്ള ഒരു അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് കഴിവതും ഈ സമയങ്ങളെ നന്മയിൽ വിനിയോഗിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിലെല്ലാം നന്മകൾ ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കുന്നുണ്ട്. തറാവീഹുകളും നോമ്പും നിസ്കാരവും സ്വതക്കയും തുടങ്ങി ഒട്ടനേകം ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശക്തമായ ചൂടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാലക്കാട് ജില്ലയിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തി എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് ഇങ്ങോട്ട് കയറിയാലാണ് അതിൻ്റെ ഒരാശ്വാസം നമുക്ക് കിട്ടുന്നത്. 43 ഡിഗ്രിയോളം ചൂടാണ് പാലക്കാട് ജില്ലയിൽ.
നമ്മുടെ എല്ലാ ജില്ലകളിലും കേരളത്തിലധികവും നല്ല ചൂടുള്ള സമയത്താണ് നമ്മുടെ നോമ്പുള്ളത്. എങ്കിലും നമ്മളൊക്കെ നോമ്പ് നോൽക്കുന്നതും ഈ ക്ഷീണം അല്ലേ, മഗ്രിബിന് ആ നോമ്പ് തുറന്നാലും നമുക്ക് നല്ല ക്ഷീണമാണ്. ആ ക്ഷീണം ഉണ്ടായിട്ട് പോലും ഖിയാമുൽ ലൈലിനും തറാവീഹിനും ഇഅ്തികാഫിനുമൊക്കെ നമ്മൾ വരുന്നു എന്നത് പ്രതിഫലത്തെ കൊതിച്ചുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിൽ നിന്നുള്ള സ്വർഗത്തെ, അവനിൽ നിന്നുള്ള പ്രതിഫലത്തെ നാം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ ത്യാഗം ചെയ്യുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ പ്രതിഫലം അത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് വസ്തുത. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും ആ ഇബാദത്തുകളുടെ അജ്ർ, പ്രതിഫലത്തെ അള്ളാഹു തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിത പെരുമാറ്റങ്ങളിലൂടെയും സ്വഭാവത്തിലൂടെയുമാണ്. അതിലേറ്റവും വലിയ ഉദാഹരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇന്ന ഫുലാന തഖൂമുൽ ലൈൽ വതസൂമുൻ നഹാർ വതഫ്അൽ വതതസദ്ദഖ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു പെണ്ണ് അവൾ രാവിലെ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നു, സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്, തഫ്അലു, അങ്ങനെ കുറേ നന്മകൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വതുദി ജീറാനഹ, അവളുടെ അയൽവാസിയെ അവൾ ഉപദ്രവിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ആ സ്ത്രീയിൽ എന്തൊക്കെ ഗുണമാണ് പറഞ്ഞത്. നോമ്പ് നോക്കുന്നുണ്ട്, രാത്രി നിസ്കരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്വതക്ക കൊടുക്കുന്നുണ്ട്, തഫ്അലു എന്നാണ്, ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, തൻ്റെ അയൽവാസിയെ അവൾ ഉപദ്രവിക്കുന്നു എന്നതാണ്. അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ ഖൈറ ഫീഹ, അവളിലൊരു ഖൈറുമില്ല എന്നാണ്. വഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിൻ്റെ ആളാണ്. ഈ ഹദീസാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതേപോലെ തന്നെ സ്വതക്കയുണ്ട്, നന്മകളൊക്കെയുണ്ട്. പക്ഷേ തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്നു എന്ന ഒരൊറ്റ പെരുമാറ്റത്തിലുള്ള, സ്വഭാവത്തിലുള്ള ഒരു ദൂഷ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വിധിച്ചത് നരകമാണ്. അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല, ഒരു ഖൈറും ഇല്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തുകളിലുപരി നമ്മുടെ സ്വഭാവത്തെ അള്ളാഹു നോക്കുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് മറ്റൊരു വ്യക്തി വന്ന് പറയുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഫുലാന തുസല്ലിൽ മക്തൂബാത്ത് വതസദ്ദഖു ബിൽ അസ്വാർ മിനൽ അഖിത് വല തുഅ്ദി ജീറാനഹ. ഒരു പെണ്ണ് നിർബന്ധ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു, സ്വതക്കക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ അല്ലേ, ഉള്ളത് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നാൽ അവൾ അയൽവാസിയെ ഉപദ്രവിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, വഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗ്ഗക്കാരിയാണ്. നോക്കൂ നിങ്ങൾ, നിർബന്ധ നിസ്കാരമേ ഉള്ളൂ, മറ്റവളെക്കാൾ കൂടുതൽ നന്മകളില്ല, എന്ന് വെച്ചാൽ മറ്റവളെക്കാൾ കൂടുതൽ ഇബാദത്തില്ല. രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, നോമ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ സ്വതക്കകൾ ധാരാളമായി എന്ന് പറഞ്ഞിട്ടില്ല. നിർബന്ധ നിസ്കാരമുണ്ട്, അതോടൊപ്പം തന്നെ ആ നിർബന്ധമായി വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ സ്വഭാവം ബെറ്ററാണ്, സ്വഭാവം ഉഷാറാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വഹിയ മിൻ അഹ്ലിൽ ജന്ന എന്നാണ്, അവൾ സ്വർഗ്ഗക്കാരിയാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ സ്വർഗത്തെ തീരുമാനിക്കുന്നത്. ഇനി നമ്മളിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ തൃപ്തരാണോ? ഞാൻ ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറയും. അതിനു മുന്നേ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, നാളെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്നാണ്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലേ, മാ യുദ്ഖിലുന്നാസൽ ജന്ന, സ്വർഗത്തിലേക്ക് അധികം ആളുകളും പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയും ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പറഞ്ഞത്.
ഒന്ന് തഖ്വല്ലയാണ്, അള്ളാനെ സൂക്ഷിക്കുക. 2 ഹുസ്നുൽ ഖുൽഖാൻ, സൽസ്വഭാവം. എന്താണ് ഇത് രണ്ടിൻ്റെയും പ്രത്യേകത? അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലിയർ ആയിരിക്കും. രണ്ടാമത് പടപ്പുകളോടുള്ള ബന്ധമാണ്. നമുക്ക് 2 ബന്ധങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ റബ്ബിനോടുള്ള ബന്ധമാണ്, മറ്റൊന്ന് സൃഷ്ടികളോടുള്ള ബന്ധമാണ്. സൃഷ്ടികളോടും സ്രഷ്ടാവിനോടുള്ള ബന്ധവും ക്ലിയർ ആകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വർഗം ഉറപ്പാകുന്നത്. സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ നമ്മൾ മോശമാണ്, സ്രഷ്ടാവിനോടുള്ള ബന്ധത്തിൽ ഉഷാറായതുകൊണ്ട് സ്വർഗം തീരുമാനമാവില്ല. അതാണ് ആ പെണ്ണിന് പറ്റിയത്. അവൾ സൃഷ്ടാവിനോടുള്ള ബന്ധത്തിൽ ഉഷാറാണ്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, അങ്ങനെ എല്ലാ നന്മകളുണ്ട്. പക്ഷെ സൃഷ്ടികളോടോ, കൂടെ ജീവിക്കുന്ന ആളുകളോടോ മോശമാണ്, അയൽപ്പക്കക്കാരോട് മോശമാണ്, കൂടെയുള്ള പ്രവർത്തകരോടും സഹപ്രവർത്തകരോടും സഹജീവികളോടും മോശമാണ്. അതുകൊണ്ട് അള്ളാഹു അവൾക്ക് വിധിച്ചത് നരകമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 ഭാഗവും ക്ലിയർ ആയാലല്ലാതെ നമുക്ക് സ്വർഗം എന്നത് പ്രിയപ്പെട്ടവരെ ലഭ്യമല്ല. അള്ളാഹുവിനോടും പടപ്പുകളോടുമുള്ള ബാധ്യതകളിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് നമ്മൾ 2 സൈഡും പരിശോധിക്കണം. റബ്ബിനോടുള്ള ബാധ്യതകൾ ഞാൻ എങ്ങനെയാണ്, അത് കഴിഞ്ഞ് നേരെ പരിശോധിക്കേണ്ടതാണ് ഞാൻ എൻ്റെ കൂടെ ജീവിക്കുന്ന സഹജീവികളോട് എൻ്റെ ജീവിത രീതി എങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകം നമുക്ക് കാണാൻ കഴിയും. അന സഈമുൻ ബിബൈത്തിൻ ഫി അലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാനൊരു വീടിന് വേണ്ടി ജാമ്യം നിൽക്കും ഒരാൾക്ക്. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിൻ്റെ ഏറ്റവും അഅല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും ഉയർന്ന ഭാഗത്ത്, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് റസൂല് പറയാൻ ഞാൻ ഒരാൾക്ക് വീടിന് വേണ്ടി ജാമ്യം നിൽക്കാം. ആരാണത്? ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വഭാവം നന്നാക്കിയവന്. അപ്പോൾ സ്വഭാവം നന്നാക്കിയ മനുഷ്യർക്ക് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ദറജയിൽ ഒരു വീടുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ റസൂൽ ലോകത്തേക്ക് വന്നതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിലൊരു ലക്ഷ്യം എന്താണെന്ന് റസൂൽ വിവരിക്കുന്നുണ്ട്. ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം സ്വാലിഹൽ അഖ്ലാഖ്, ഞാൻ ഈ ലോകത്തേക്ക് നിയുക്തനായിട്ടുള്ളത് ലി ഉതമ്മിമ, പൂർത്തീകരിക്കാനാണ്. എന്ത് പൂർത്തീകരിക്കാൻ? മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവം പൂർത്തീകരിക്കാൻ. സ്വാലിഹൽ അഖ്ലാഖ്, നല്ല സ്വഭാവം പൂർത്തീകരിക്കാൻ. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബിയിൽ നിന്ന് കിട്ടിയ ചില നല്ല ഗുണങ്ങളുണ്ട്. എന്നാൽ അവരിലേക്ക് കുഫറും ഷിർക്കും ഒക്കെ വന്നതോടുകൂടി നല്ല ഗുണവും ചീത്ത ഗുണവും ഒക്കെപ്പാടെ മിക്സായി. അതുകൊണ്ട് അവരിലെ നല്ല ഗുണങ്ങൾക്ക് പൂർത്തീകരണം വരുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് നിയുക്തനായത് എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂൽ ലോകത്തേക്ക് വന്നത് തന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ നന്മയുള്ള സ്വഭാവത്തെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ എടുത്താൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഹദീസുകളുടെ ഈ ഖുലുഖുൽ ഹുസ്നിൻ്റെ, നല്ല സ്വഭാവത്തിൻ്റെ ഫള് പറയേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. നമ്മൾ ഖുതുബയിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകളും ഖുർആൻ ക്ലാസ്സുകളും ഒക്കെ കേട്ട് നല്ല സ്വഭാവത്തിൻ്റെ, സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയും പ്രതിഫലവും ഒക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഒരു ആമുഖം എന്നുള്ള നിലക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ വിവരിച്ചു പറഞ്ഞ വിഷയമാണ് സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത. ഇനി ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരാൻ കാരണമായത് റസൂലിൻ്റെ സ്വഭാവമായിരുന്നു എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ആയത്താണ്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാൻ, റസൂലേ ലിൻചലഹും, നീ അവരോട് മാർദ്ദവത്തോടുകൂടി സൗമ്യമായി അവരോട് ഇടപെട്ടു. നീ എങ്ങാനും വലൗ കുൻത ഫല്ലൻ, നീ ഒരു പരുഷ മനസ്സുള്ള ആളായിരുന്നെങ്കിൽ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്, നബിയെ നിൻ്റെ ചുറ്റും ഒരാളും തന്നെ കൂടില്ലായിരുന്നു, എൻ്റെ കൂടെ ഒരാളും ഉണ്ടാവില്ലായിരുന്നു എന്നാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആളുകൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്നത്. നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ സ്വഭാവം കൊണ്ട് ദീനിലേക്ക് ആളുകൾ വരുമോ? നമ്മുടെ സ്വഭാവം കൊണ്ട് ദീനിൽ നിന്ന് ആളുകൾ പുറത്തു പോകണ്ടോ എന്ന് നല്ലോണം ശ്രദ്ധിക്കുക.
നമ്മുടെ സ്വഭാവം കണ്ട് ആളുകൾ ദീനിലേക്ക് വരണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന ബേസ്. നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു റസൂലിൻ്റെ സ്വഭാവം? മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ താബിഈയായൊരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ വ്യക്തിയോട് പറഞ്ഞു, അലസ്ത തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ? നീ ഖുർആൻ ഓതാറില്ലേ? ആ ഖുർആനാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിന് ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞത് റസൂലിൻ്റെ സ്വഭാവത്തിലൂടെയാണ്. ആ സ്വഭാവം എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനാണ്. നമ്മൾ ഒരു തവണ ഖത്തം തീർത്തു, 2 തവണ ഖത്തം തീർത്തു, ഖത്തം പകുതിയാവാനായി അല്ലേ, ഓതി പല ആയത്തുകൾ മനഃപ്പാടമാക്കി. ആ ഖുർആനായിരുന്നു റസൂലിൻ്റെ സ്വഭാവം. പക്ഷേ ആയത്തുകൾ മനഃപ്പാടമാക്കി എന്നതിലുപരി, ആയത്തുകൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നതിലുപരി, ആ ആയത്തുകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിലൂടെ ഇങ്ങനെ പോയാൽ ചില സംഭവങ്ങൾ മാത്രം ഞാൻ പറയാം. ഒരുപാട് ചരിത്രം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ അത്ര വിശാലമായി നമുക്ക് കൊണ്ടുപോകാൻ സമയത്തിൻ്റെ പരിമിതിയും അതേപോലെ തന്നെ ശാരീരിക പ്രയാസവും ഉണ്ട്. നമുക്ക് ദീർഘനേരം പറയാൻ അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ റസൂലിൻ്റെ ജീവിതത്തിനോട് ചേർന്ന് നിന്ന മനുഷ്യന്മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. മനസ്സിലാവും? നമ്മുടെ ഓഫീസിലുള്ള ആളോ അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ കാണുന്ന പുറത്ത് കാണുന്ന കടക്കാരനോ അല്ല. നേരെ മറിച്ച് നമ്മുടെ കുടുംബത്തിലെ ആളുകൾ എന്താണ് നമ്മളെക്കുറിച്ച് പറയുക. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നല്ലവനാണെന്നാണ്. അപ്പോൾ ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖിയാറുക്കും ലി അഹ്ലി, നിങ്ങളെ കുടുംബത്തിൽ ഏറ്റവും നന്നാവൻ. അപ്പം നമ്മുടെ കുടുംബത്തോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ആരാണെന്നുള്ളത്. പുറത്തു മാന്യനാണ്, നല്ല സ്വഭാവിയാണ്, പള്ളിയിലൊക്കെ ഉഷാറാണ്, കമ്മിറ്റിനോട് ചോദിച്ചാൽ ഉഷാറാണ്. പക്ഷെ ഭാര്യയോടും മക്കളോടും ഉമ്മയോടും ബാപ്പയോടും ചോദിച്ചാൽ നമ്മൾ ആരാണ് എന്ന കൃത്യമായ ഐഡൻറ്റിറ്റി അവർ തരും. നമുക്ക് എന്ത് സ്ഥാനമാണ് അവരുടെ അടുക്കലുള്ളത്? നോക്കൂ നിങ്ങൾ, റസൂലിൻ്റെ കൂടെ ജീവിച്ച ആളുകൾ പറയാൻ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാൻ, 10 കൊല്ലം റസൂലിൻ്റെ സേവനം അനുഷ്ഠിച്ച സ്വഹാബിയാൻ, 10 കൊല്ലം റസൂലിന് വേണ്ടി സേവനം ചെയ്ത സ്വഹാബിയാൻ. ആ സ്വഹാബി വരും പറയാൻ, ഞാൻ റസൂലിൻ്റെ കൂടെ 10 കൊല്ലം ജീവിച്ചിട്ട് റസൂൽ എന്നോട് ഒരിക്കൽ പോലും എന്തേ അനസേ അത് ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചിട്ടില്ല എന്നാണ്. എന്തുകൊണ്ട് നീ ചെയ്തില്ല എന്നോ എന്തിനാ അത് ചെയ്തത് എന്നോ എന്നോട് ചോദിച്ചിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഒരു യജമാനൻ്റെ പവറിൽ നിന്നിട്ടൊന്നും റസൂൽ ഇന്ന് വരെ ആരെയും ഭരിക്കാൻ നോക്കിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, നമ്മളെ കൂടെ 3 ദിവസം ജീവിച്ചാൽ മതിയോ, എന്തുകൊണ്ടായി ചെയ്തില്ല എന്നോ അതേപോലെ അങ്ങനെയുള്ള ചോദ്യവും പറച്ചിലും ഒക്കെ നമ്മൾ ധാരാളമായിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 കൊല്ലം അദ്ദേഹത്തോടൊരു വാക്ക് കൊണ്ട് പോലും മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിച്ചിട്ടില്ല എന്നാണ് ആ സ്വഹാബി വര്യൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അതേപോലെ തന്നെ യമാമയിൽ നിന്ന് സുമാമ, ഒരുപക്ഷെ നമുക്കറിയാവുന്ന ചരിത്രമായിരിക്കും. അദ്ദേഹത്തെ പിടിക്കപ്പെട്ട രീതിയിൽ കൊണ്ടുവന്ന് പള്ളിയിലെ ഒരു തൂണിൽ കെട്ടിയിട്ടു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവുമായിട്ട് 3 ദിവസത്തോളം സഹവസിക്കുന്നുണ്ട്. 3 ദിവസവും റസൂൽ അദ്ദേഹത്തോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനാണോ? ആ മനുഷ്യൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല. റസൂൽ അദ്ദേഹത്തെ മാന്യമായി തന്നെ കെട്ടഴിച്ചു വിടാൻ വേണ്ടി പറയാൻ. ആ കെട്ടഴിച്ചു വിട്ട ശേഷം സുമാമ അദ്ദേഹം പോയി കുളിച്ച് റസൂലിൻ്റെ അടുത്ത് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത 3 വാക്കുകൾ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ചിരിദൂതരെ, ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള മുഖം മുഹമ്മദിൻ്റെ മുഖമായിരുന്നു. നിങ്ങളുടെ മുഖമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, ഈ നാട്ടിലേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള മുഖം അത് നിങ്ങളുടെ മുഖമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുഖം പ്രവാചകരെ നിങ്ങളുടെ മുഖമാണ് എന്നാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള മതം പരിശുദ്ധ ഇസ്ലാമായിരുന്നു. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്താണ് ഇസ്ലാം എന്ന്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മതം അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇസ്ലാമിനെയാണ് എന്നാണ്. അതേപോലെ അദ്ദേഹം പറയാൻ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മക്കയാണ്, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നാട് മക്കയാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, 3 ദിവസം കൊണ്ട് പ്രവാചകൻ്റെ കൂടെ സഹവസിച്ചപ്പോൾ ഉണ്ടായ മാറ്റമാണ്. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും.
അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി കൊടുത്തൊരു സമ്മാനമാണല്ലോ സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിലാണ് അദ്ദേഹം റസൂലിൻ്റെ കൂടെ കൂടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വരുന്നുണ്ട്. ചന്തയിൽ വിൽക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് വാങ്ങിയതാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ വാങ്ങിയ അടിമയെ ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹിൻ്റെ റസൂലിന് ഗിഫ്റ്റായി കൊടുത്തതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, സെയ്ദ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാർ അദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്നുണ്ട് റസൂലിൻ്റെ വീട്ടിലേക്ക്. എളാപ്പയും അതുപോലെ തന്നെ കുറച്ച് ആളുകളും മഹാനായ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് എന്താണ് നിൻ്റെ അവസ്ഥ, നിൻ്റെ അവസ്ഥകളും ഹാലുകളും എന്താണ്? അപ്പോൾ സെയ്ദ് റളിയല്ലാഹു ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അവസാനം ഈ കുടുംബക്കാർ പോകുമ്പോൾ സെയ്ദ് റളിയല്ലാഹുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോകാം. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു എന്താ പറഞ്ഞതെന്നറിയോ? റസൂലേ, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. കുടുംബക്കാരോട് പറയാൻ, എന്നെ ഈ റസൂല് സംരക്ഷിക്കുന്നതോളം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. എന്നെ റസൂല് സ്നേഹിക്കുന്നതോളം നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് മതി എന്ന് പറഞ്ഞ് മഹാനായ സെയ്ദ് റളിയല്ലാഹു റസൂലിൻ്റെ കൂടെ നിൽക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ഒരാൾ ഒരാഴ്ച നിന്നാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? നമ്മളെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, പക്ഷേ ഒരാഴ്ച നമ്മുടെ കൂടെ ഒന്ന് ഹോസ്റ്റലിലോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ വന്ന് നിന്നാൽ അയാളുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മാഷാ അല്ലാഹ് അവൻ നല്ലവനാണ്, ഞാൻ കണ്ടതിനേക്കാൾ എനിക്ക് കിട്ടിയ സ്നേഹം അവൻ തന്നതിനേക്കാൾ അപ്പുറത്താണ് വീട്ടിൽ നിന്ന് തന്നത് എന്നാണോ പറയുക? അതല്ല, അവൻ്റെ കൂടെ കൂടിയപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ സ്വഭാവം ഇതാണെന്ന്, അങ്ങനെയാണോ പറയുക? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വഭാവത്തിലൂടെ റസൂൽ നടത്തിയ വിപ്ലവങ്ങൾ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചരിത്രമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്ന് മൂത്രമൊഴിച്ചത് അല്ലേ? അദ്ദേഹം പള്ളിയിൽ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനും എനിക്കും അല്ല പുറത്തു തരട്ടെ, വേറെ ആർക്കും പുറത്തു കൊടുക്കരുതെന്ന് പറഞ്ഞു. അത്ര നാടൻ മനുഷ്യനാണ്, വേറെ ഒരു സാധുവാണ്, അത്ര വിവരേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു പ്രാർത്ഥനയാണ്, അള്ളാഹിൻ്റെ റസൂലിനും എനിക്കും പുറത്തു തരട്ടെ, വേറൊരാൾക്കും പുറത്തു കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. അങ്ങനെ പള്ളിയുടെ ഒരു മൂലക്ക് നിന്നിട്ട് മൂപ്പര് മൂത്രമൊഴിക്കുകയാണ്. മൂത്രമൊഴിക്കുന്നത് കണ്ട സ്വഹാബത്ത് എല്ലാവരും പാടെ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു എന്നാണ്. കാരണം പള്ളിയിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മദീന പള്ളിയിൽ മൂത്രമൊഴിക്കാൻ സ്വഹാബത്തെ കണ്ട് എഴുന്നേറ്റ് ദേഷ്യത്തിൽ കണ്ട് പിടിക്കാൻ വരുമ്പോൾ റസൂൽ പറയുന്നു, ദഊഹു, വേണ്ട അവന് മൂത്രമൊഴിച്ച് കഴിയട്ടെ എന്നാണ്. അവൻ മൂത്രമൊഴിച്ച് കഴിയട്ടെ. ആ വ്യക്തി മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു സ്വഹാബത്തിനോട്, ഒരു ബക്കറ്റ് വെള്ളം അവിടെ പാരി, വെള്ളമൊഴിച്ച് ആ മൂത്രം നിങ്ങൾ ശുദ്ധീകരിക്കും. എന്നിട്ട് ആ വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പള്ളിയല്ലേ, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞ് സാവകാശം അദ്ദേഹത്തെ തിരുത്തി കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളുടെ ഭാഗത്തു നിന്നൊരു തെറ്റു വന്നാൽ നമ്മളെങ്ങനെയായിരിക്കും തിരുത്തുക അല്ലേ? പലപ്പോഴും തിരുത്തുന്ന രീതികളൊക്കെ വളരെ ശക്തമാണ്. ഇതേപോലെ തന്നെ മുആവിയത്ത് ഇബ്നു ഹക്കം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരാൾ തുമ്മി. അവർ സാധുക്കളാണ്, അവർക്ക് അറിവ് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരാൾ തുമ്മിയപ്പോൾ തുമ്മിയ ആൾ അൽഹംദുലില്ലാ പറഞ്ഞു. കേട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു, മുആവിയത്ത് ഇബ്നു ഹക്കം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം യർഹമുക്കല്ലാഹ് എന്നും പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ നോക്കി, നല്ല കണ്ണുരുട്ടി നോക്കി എന്നാണ് ഹദീസിൽ കാണാൻ കഴിയും. കണ്ണുരുട്ടി സ്വഹാബത്തെല്ലാം ഈ വ്യക്തി അങ്ങനെ നോക്കി. അപ്പോൾ ഇദ്ദേഹം നിങ്ങളെന്തിനോട് നോക്കണെന്ന്, നിസ്കാരത്തിൽ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കിയിട്ട് നിങ്ങളെന്താ ഇപ്പോൾ എല്ലാവരും പാടെ എന്നെ നോക്കണമെന്നുള്ള നിലക്ക് മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ നോക്കി എന്നാണ്. അപ്പോൾ സ്വഹാബികൾ തൊടയിൽ ഇങ്ങനെ കൈകൊണ്ട് ശക്തമായി അടിച്ച്, നിസ്കാരത്തിൽ ഇതൊന്നും പാടില്ലല്ലോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഈ മുആവിയ റളിയല്ലാഹു അൻഹു നല്ല പേടിച്ചുകൊണ്ടെന്നാണ്. കാരണം ഈ സ്വഹാബികളൊക്കെ പാടങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ ബേജാറായിക്കണോ ആൾ. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ഒരു അധ്യാപകനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നാണ്. പ്രവാചകനെ പോലെ നന്മയുള്ള ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം റസൂല് സലാം വീട്ടിയിട്ട് വളരെ ശാന്തനായി ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് മെല്ലെ വന്ന് മുആവിയെ വിളിച്ച് മെല്ലെ കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് നിസ്കാരമാണ്, നിസ്കാരത്തിൽ നമ്മളെ സാധാരണ വർത്താനൊന്നും പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ് റസൂല് ആ സ്വഹാബിയെ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞ, ആ സ്വഹാബി മുആവിയത്ത് ഇബ്നു ഹക്കം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് റസൂലിനെ പോലൊരു അധ്യാപകനെ ലോകത്ത് വേറെ കണ്ടിട്ടില്ല എന്നാണ്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് റസൂലിൻ്റെ സ്വഭാവം. തെറ്റ് ചെയ്തവരോട്, തെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരോട്. റസൂലിൻ്റെ സദസ്സിലൊരു മനുഷ്യൻ വന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വ്യഭിചരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സ്. ഇപ്പം നമ്മളെ ഈ ഒരു ദീനി കുത്തുബ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് ഖത്തീബിനോട് വ്യഭിചരിക്കാൻ, കള്ളുടിക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, നമ്മളൊക്കെ പാടെ മേയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സ് ഇങ്ങനെ നടക്കാൻ ഒരു ചെക്കൻ വന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് പറയാണ്, റസൂൽ എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം എന്നാണ്. ഉമർ റളിയല്ലാഹു കൊണ്ട് എഴുന്നേറ്റു എന്നാണ്. അപ്പം തീരുമാനമാക്കാന്നുള്ള ലെവലിൽ സ്വഹാബികളൊക്കെ ഇങ്ങോട്ട് എഴുന്നേറ്റ് ആ ഒരു സദസ്സ് ഇങ്ങനെ ഇളകാനായി എന്നാണ്. റസൂൽ എല്ലാവരെയും ശാന്തരാക്കി ഇരുത്തി. എന്നിട്ട് റസൂൽ പറഞ്ഞു, നിനക്ക് വ്യഭിചരിക്കണോ? അദ്ദേഹം പറഞ്ഞു, വ്യഭിചരിക്കണം, എനിക്ക് അനുവാദം കിട്ടണം. നിൻ്റെ ഉമ്മയെ നിനക്ക് വ്യഭിചരിക്കാൻ നീ ഇഷ്ടപ്പെടുമോ ചോദിച്ചു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഇല്ല. നിൻ്റെ പെങ്ങളെ ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല റസൂലേ. നിൻ്റെ എളാമയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല പ്രവാചകരെ. നിൻ്റെ അമ്മായി ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല പ്രവാചകരെ. ഇങ്ങനെ കുടുംബക്കാരെ ഓരോ സ്ത്രീകളെടുത്തിട്ട് റസൂൽ പറഞ്ഞു, ഇവരെയൊന്നും നീ വ്യഭിചരിക്കാൻ, നിൻ്റെ ഒരാൾ വ്യഭിചരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ വ്യഭിചരിക്കുന്ന സ്ത്രീ ഒരാളുടെ ഭാര്യയായിരിക്കാം, നീ വ്യഭിചരിക്കുന്ന സ്ത്രീ ഒരാളുടെ ഉമ്മയായിരിക്കാം, ഒരാളുടെ പെങ്ങളായിരിക്കാം, ഒരാളുടെ അമ്മായി ആയിരിക്കാം, ഒരാളുടെ എളാമയായിരിക്കാം, ഒരാളുടെ മൂത്തമ്മയായിരിക്കാം. ഇങ്ങനെ റസൂൽ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ സ്വഹാബി, ആ വ്യക്തി അവിടെ നിന്ന് എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂലിനോട് മാപ്പ് ചോദിച്ച് ഇനി ഒരിക്കലും വ്യഭിചാരത്തിലേക്ക് ഞാൻ ഇല്ല എന്ന പ്രതിജ്ഞ എടുത്ത് അദ്ദേഹം പോവാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ആളുകളോടുള്ള ഒരു പെരുമാറ്റ രീതി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ പെരുമാറുന്നതും പ്രവാചകൻ പെരുമാറുന്നതും എത്ര വ്യത്യാസമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ചരിത്രമാണ് പ്രവാചകൻ്റെ കഴുത്തിൽ ഇതിട്ട് ആ ഷാള് വലിച്ച ചരിത്രം, അല്ലേ? അസ്സറത്ത് ഫി ഉനുഖിഹി എന്നാണ്. പ്രവാചകൻ്റെ കഴുത്തിലൊരു ചോരയുടെ പാടുണ്ടായി എന്നാണ്. അത്ര ശക്തമായിട്ട് വലിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, കടം മേടിച്ച പൈസ കാട്ടുന്നു, ഡേറ്റ് എത്തിയില്ലേ, അല്ലേ? ആ ഡേറ്റ് എത്തുന്നതിൻ്റെ മുമ്പ് ചോദിച്ചു വന്നതാണ്. നിങ്ങൾ ഈ മുഹമ്മദിൻ്റെ അബ്ദുള്ളൻ്റെ കുടുംബക്കാരൊന്നും ഇങ്ങനെ തന്നെയാണ്, കടം മേടിച്ചാൽ തിരിച്ചു തരൂല എന്നൊക്കെ പറഞ്ഞ് റസൂലിനെ അധിക്ഷേപിക്കാൻ നോക്കി, ദേഷ്യം ഇങ്ങനെ കൂട്ടാൻ നോക്കി. പക്ഷെ റസൂല്, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂൽ ഞാനിപ്പോൾ തീരുമാനമാക്കാം. ഉമർ കുറച്ച് ദേഷ്യമുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടതിന് കുറച്ചധികം പൈസ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചരിത്രങ്ങളാണ് പ്രവാചകൻ്റെ ജീവിതത്തെ നമുക്ക് പരിശോധിച്ച് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ആളുകളെ എത്തിച്ചത്, പ്രിയപ്പെട്ടവരെ, റസൂലിൻ്റെ സ്വഭാവ മഹിമ കൊണ്ടാണ്. നമ്മുടെ സ്വഭാവം കണ്ട് എത്ര പേർ നമ്മളിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാം, ഒരു കമ്മിറ്റിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം കാരണം ഒരു വ്യക്തി പൂർണ്ണമായും ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെ പുറത്തുപോയി. ഒരു കമ്മിറ്റിയിലെ കുറച്ച് ആളുകളുടെ സ്വഭാവത്തിലെ അവർ ഇദ്ദേഹത്തെക്കുറിച്ചൊരു ആരോപണം പറഞ്ഞുണ്ടാക്കി കാരണം ഇദ്ദേഹം മൊത്തത്തിൽ റിവേഴ്സായി. ഇതിലേക്ക് കൂട്ടായ്മയിൽ നിന്ന് തന്നെ പുറത്തായി ആൾ. അപ്പം ദീനിൻ്റെ പരിസരത്തുണ്ടോ ചോദിച്ചുണ്ട്, നിസ്കരിക്കാനുണ്ടോ ചോദിച്ചുണ്ട്, അത്രേ ഉള്ളൂ. നല്ല സജീവമായി ദീനി രംഗത്ത് നിന്നിരുന്നൊരു മനുഷ്യൻ മുഴുവനായിക്കൊണ്ട് ദീനിന്ന് ബാക്ക്വേർഡായി പോവാം. എന്തേ കാരണം? ഒരു കൂട്ടം ആളുകളുടെ സ്വഭാവ ദൂഷ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരാൾ ദീനിൻ്റെ പരിസരത്ത് നിന്ന് പോവല്ല വേണ്ടത്, നമ്മുടെ സ്വഭാവം കൊണ്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചെത്തണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കൊണ്ടാണ് ഇസ്ലാമിന് ഇത്രത്തോളം വ്യാപ്തിയും ഇത്രത്തോളം വിശാലതയും ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ സൽസ്വഭാവത്തെക്കുറിച്ച്, ഈ ദീനുൽ അഖ്ലാഖ്, ഈ അഖ്ലാഖുകളെക്കുറിച്ച്, സൽസ്വഭാവത്തിൻ്റെ ഹദീസുകളെ എല്ലാം ജംഅ് ചെയ്ത് അഥവാ ഒരുമിച്ച് കൂട്ടി 4 ഹദീസിലേക്ക് ചുരുക്കുന്നുണ്ട്. ഞാൻ 4 ഹദീസ് പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കും. 4 ഹദീസിലേക്ക് ചുരുക്കുന്നുണ്ട്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ 4 ഹദീസുകളാണ് അടിസ്ഥാനമെന്നാണ്. ഈ 4 ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, നമുക്ക് സൽസ്വഭാവമുണ്ട്. ഒന്നാമത് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞത്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ
നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. നാവിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി സൂക്ഷിക്കണം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മുആദ് നിനക്ക് ജയിക്കണോ, നിനക്ക് വിജയിക്കണോ? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഈ നാവ് ഇങ്ങനെ പിടിച്ചിട്ട് അംസിക് അലൈക ലിസാനക്, ഈ നാവിനെ നീ മുറുകെ പിടിച്ചോ, നാവിനെ പിടിച്ചു വെച്ചോ, നിനക്ക് വിജയിക്കാം എന്നാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ നാവ് കൊണ്ട് നമ്മൾ പിടിക്കപ്പെടുമോ, നാവ് കൊണ്ട് നമ്മൾ നരകത്ത് പോവോ? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കിലത്തുക ഉമ്മുക യാ മുആദ്, മുആദ് എന്താ നിൻ്റെ അവസ്ഥ? എത്ര ആളുകൾ, അധികം ആളുകളും നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്നതിൻ്റെ പ്രധാന കാരണം നാവാണ് എന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ നമ്മൾ വേദനിപ്പിക്കരുത്. അല്ലെ, നാവിലൂടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണല്ലോ ഗീബത്ത്. അത് നമ്മളിൽ ഉണ്ടാവരുത്. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കോവർ കഴുതയെ കണ്ടു. ആ കഴുതയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചത്ത് അളിഞ്ഞ്, ഹദീസിൻ്റെ പ്രയോഗം പുഴുക്കൾ അരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ദിവസങ്ങളോളം ചത്ത് കിടന്നൊരു കോവർ കഴുത, അതിങ്ങനെ വീർത്ത് പൊട്ടിയിട്ടുണ്ടെന്നാണ്. ആ സമയത്ത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആർക്കെങ്കിലും തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് ഗീബത്ത് പറയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവൻ ഈ കിടക്കുന്ന കോവർ കഴുതയുടെ ഈ ചെലവും രക്തവും ഈ അളിഞ്ഞ മാംസവും വയറ് നിറച്ച് കഴിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്താ? അയ്യുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു, മരിച്ചു കിടക്കുന്ന തൻ്റെ സുഹൃത്തിൻ്റെ മാംസം, പച്ചിറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല, അത് നിങ്ങൾ വെറുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എൻ്റെ ആ ആയത്തിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ അഭാവത്തിൽ അവൻ്റെ കുറ്റവും കുറവും പറയുമ്പോൾ അവൻ മരിച്ചവനാണ് നമ്മുടെ അടുത്ത്. അതാണ് ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയണത്. നമ്മുടെ സുഹൃത്തില്ലാത്തൊരു സമയത്ത് അവനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാൻ, അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻ അവിടെ ആരാണ്? അവൻ മയ്യത്താണ്, അവനക്ക് പ്രതികരിക്കാൻ കഴിയില്ല, കാരണം അവൻ ഗായിബാൻ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള പരദൂഷണ സംസാരം അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നാവിൽ ഒരു ഖൈറുമില്ല. മഹാന്മാരെ, പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ദിക്റുല്ലാഹി ദവാഉൻ വദിക്റുന്നാസി ദാഉൻ. ആളുകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളൊരു രോഗമാണെന്നാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതൊരു മരുന്നാണെന്നാണ്. ബുദ്ധിയുള്ള ആരെങ്കിലും മരുന്നൊഴിവാക്കി രോഗത്തിൻ്റെ പിന്നാലെ പോവോ? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചതാണ്. ആരെങ്കിലും, വിവരമുള്ള ആരെങ്കിലും മരുന്ന് മാറ്റിവെച്ച് രോഗം സ്വീകരിക്കുമോ? അള്ളാഹിനെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതും അള്ളാഹിനെക്കുറിച്ച് ദിക്ർ ചൊല്ലുക എന്നുള്ളതും പ്രിയപ്പെട്ടവരെ ഒരു മരുന്നാണ്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അവൻ ഇങ്ങനെയാണ്, ഇപ്പം അങ്ങനെയാണ്, അവൻ എന്തപ്പോൾ അവിടെ കാണുന്നത്, ഇവനെന്തപ്പം ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു ഫായിദല്ലാത്ത വർത്തമാനം. ആ വർത്തമാനങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു രോഗമായിട്ടാണ് പണ്ഡിത ലോകം നമുക്ക് പറഞ്ഞു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരും എന്നോട് ഒരാളെക്കുറിച്ചും കുറ്റം പറഞ്ഞു തരരുത്. ആരും എന്നോട് ഒരാളെക്കുറിച്ചും കുറ്റം പറയരുത്. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും ശുദ്ധമായ മനസ്സോടുകൂടി കാണാനാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വാക്കിൻ്റെ അർത്ഥം എത്ര ഗൗരവമുള്ളതാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളെ ഒരാളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞാൽ, ഇതാ ഇന്ന ആൾ, ഇന്ന ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആൾ, മൂപ്പര് ഇന്ന സ്വഭാവക്കാരനാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വന്ന് തുടങ്ങുന്നത് മുതൽ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അയാളെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ധാരണ വെച്ച് ഇങ്ങനെ സംസാരിക്കും. പിന്നെ മൂപ്പരെ ഒരു നല്ല മൈൻഡാലിറ്റിയിലേക്ക് കാണാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഈ ആളുകളെക്കുറിച്ച് വേണ്ടാത്തത് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് പിന്നെ അയാളെ ഫേസ് ചെയ്യുമ്പോഴുള്ള മനസ്സെന്താ? അയാളെ ഫേസ് ചെയ്യുമ്പോഴുള്ള മനസ്സ് ഈ ദുഷ്ചിന്തയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എത്ര അർത്ഥവത്തായ വാചകങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, മാ അഅ്ലമകി, കഅബ നീ എത്ര പവിത്രമാണ്, നിന്റെ പവിത്രത എത്ര വലുതാണ്, എന്നാൽ നിന്നെക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിം എന്നാണ്. ആലോചിച്ച് നോക്കി, കഅബയേക്കാൾ നമ്മൾ കഅബയെ എത്ര ആദരിക്കുന്നുണ്ട്. ആ കഅബയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. ഏത് ദിക്കിൽ എവിടെ പോയി നിന്നാലും ഖിബ്ല ഡയറക്റ്റ് നോക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ആ കഅബയെ നമ്മൾ എത്ര ബഹുമാനിക്കുന്നുണ്ട്.
എന്നാൽ ആ കഅബയേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുസ്ലിമിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട് എന്നാണ്. ആ മുസ്ലിമിൻ്റെ ഇറച്ചി നമ്മൾ തിന്നാൽ, ആ മുസ്ലിമിനെ കുറിച്ച് നമ്മൾ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞാൽ അള്ളാഹ്ക്ക് എത്ര പൊരുത്തപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ. പലപ്പോഴും നമ്മൾ ആയുധം കൊണ്ടുണ്ടാക്കിയ മുറി ഉണങ്ങിപ്പോവും, പക്ഷെ നാവ് കൊണ്ടുണ്ടാക്കിയ മുറി ഉണ്ടല്ലോ, അത് മരിച്ചാലും കഫൻ തുണിയിൽ നിന്ന് വരെ അതിൻ്റെ രക്തം പുറത്തു വരും, അത് നിൽക്കൂല. നമ്മളൊരു അടി കൊടുത്തതിൻ്റെ വേദന മാറിപ്പോയേക്കും, പക്ഷേ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ സഹോദരങ്ങളെ, അത് ജീവിതകാലം മുഴുവൻ അയാളുടെ മനസ്സ് നൊന്തുകൊണ്ടേയിരിക്കും. ആ മനുഷ്യൻ ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് കരഞ്ഞണ്ടല്ലോ, നമ്മൾ അടിവേരോടെ പച്ചയായി കത്തും. അള്ളാഹ്ക്ക് അത്ര ദേഷ്യമുള്ളതാണ് മദ്ലൂമിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അള്ളാഹ്ക്ക് അത്ര സ്വീകാര്യതയുള്ളതാണ്. നമ്മുടെ നാവ് കൊണ്ട് ഒരാൾ വേദനിച്ച്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മരുമക്കളാവട്ടെ, ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, അയൽപക്കക്കാരാവട്ടെ, സഹപ്രവർത്തകരാവട്ടെ, ആരാവട്ടെ, നമ്മുടെ നാവ് കൊണ്ടവർ വേദനിച്ച്, അല്ല വേണ്ടാത്ത കാര്യങ്ങൾക്ക് അന്യായമായി നമ്മളവരെ വേദനിപ്പിച്ച് അവരൊന്ന് കരഞ്ഞാൽ മതി, നമ്മുടെ ജീവിതം പച്ചയോടെ കത്തിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുത്. നമ്മൾ നിസ്കാര തഴമ്പുണ്ട്, ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ കണക്കുകളുണ്ട്, ദിക്ർ ചൊല്ലിത്തീർത്തതിൻ്റെ കണക്കുണ്ട്, സ്വതക്ക കൊടുത്തതിൻ്റെ കണക്കുണ്ട്, എവിടേക്ക് തിരിഞ്ഞാലും കൊടുക്കാനുള്ള മനസ്സുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ നന്മ നമ്മളിലുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞ്? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തൊരാൾ വന്ന് പറയാൻ, റസൂലേ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കലാണെന്നാണ്. നമ്മളൊരാളെ സന്തോഷിപ്പിക്കുക എന്നത്, പ്രിയപ്പെട്ടവരെ, അത് ഏറ്റവും വലിയ നന്മയാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഗീബത്ത്, നമീമത്ത് അല്ലേ, ഏഷണിയും പരദൂഷണവും. അതിൽ നമീമത്ത് അതിനേക്കാൾ അല്ലേ, ഒരു പണ്ഡിതൻ്റെ വാചകമുണ്ട്, ഒരു കൊല്ലം സാഹിറിന് ചെയ്യാൻ കഴിയാത്തത്, ഒരു കൊല്ലം ഒരു സാഹിറിന് ചെയ്യാൻ കഴിയാത്തത് ഒരു നിമിഷം കൊണ്ടൊരു ഒറ്റ വാക്കുകൊണ്ട് ഏഷണിക്കാരനക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. മനസ്സിലായോ? പണ്ഡിതന്മാരതിനൊരു ഉദാഹരണം, ഒരു കഥ, അനുഭവം പറയാറുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും, ഈ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റണം. വേറൊരു സ്ത്രീക്ക് ഒരാഗ്രഹം. അങ്ങനെ ഈ ഭർത്താവിനോട് പോയി ഈ പെണ്ണ് പറഞ്ഞു, നിൻ്റെ ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ട് പ്രണയമുണ്ട്. ഒരു ഏഷണിയുടെ രീതിയാണ് കേട്ടോ. നിൻ്റെ ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ട് പ്രണയമുണ്ട്, അതുകൊണ്ട് അവൾ ഇന്ന് രാത്രി നിന്നെ കൊല്ലാൻ വേണ്ടി വരും, നീ ഉറങ്ങിയാൽ. ഭർത്താവ് ഇത് കാത്തിരുന്നു. ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഈ പെണ്ണ് പറഞ്ഞു, നിൻ്റെ ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് സ്നേഹമുണ്ട്, അതുകൊണ്ട് നിന്നോട് ഇഷ്ടം കൂടണമെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ താടിയിൽ നിന്ന് ഒരു താടി നീ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു ഏഷണിയുടെ രീതി പറയാണ് പണ്ഡിതന്മാർ. അങ്ങനെ ഈ ഭർത്താവ് ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ ഭർത്താവ് ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി ഭാര്യ മെല്ലെ കത്രിയെടുത്ത് ഭർത്താവിൻ്റെ താടിയിൽ നിന്നൊരു താടി ഇങ്ങനെ പറിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലുള്ളത് എന്താ? എന്നെ കൊല്ലാൻ വേണ്ടി ഇവൾ വരും എന്നുള്ളതുമാണ്. ഭാര്യയുടെ മനസ്സിലുള്ളത് കൂടുതൽ ഇഷ്ടം കിട്ടാൻ വേണ്ടി താടി എടുക്കണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ ഭാര്യ ഭർത്താവിൻ്റെ താടി പിടിച്ച ഉടനെ ഭർത്താവ് കണ്ണ് തുറന്ന് ആ കത്തിരി തിരിച്ചു വാങ്ങി ഭാര്യയെ കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. ഏഷണിയുടെ അപകടം എത്രയാണ്? നമീമത്തിൻ്റെ, നമ്മാമിൻ്റെ അപകടം എത്ര വലുതാണ്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സാഹിറിന് വർഷങ്ങൾ ചെയ്യാൻ കഴിയാത്തത് ഒരു ഏഷണിക്കാരൻ നിമിഷങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മുഖേന ഒരാൾ തെറ്റരുത്, നമ്മൾ മുഖേന ഒരാളുടെ ബന്ധം വഷളാവരുത്. കല്യാണം മുടക്കികളും നാട്ടിൽ കോലാഹലങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവരുമായി നമ്മൾ ആരും മാറരുത്. അങ്ങനെ മാറിയാൽ അത് അള്ളാഹുവിന് പൊരുത്തമുള്ളതല്ല. അത് സ്വഭാവത്തിൽ ഏറ്റവും വൃത്തികെട്ട ദുസ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുരുതരമായ അവസ്ഥയാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നമ്മൾ രക്ഷപ്പെടണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, റസൂലെ, ആരാണ് മുസ്ലിം? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണോ എന്ന് അറിയാൻ പറ്റിയൊരു ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ
മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിമീങ്ങളെല്ലാം അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടും. ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്തിനാണ് ഇവിടെ നാവിനെ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്, കയ്യ് പിന്നെ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താ അല്ലാഹുവിൻ്റെ റസൂല്? നാവിൽ നിന്ന് രക്ഷപ്പെടുന്നാണ്. സഹോദരങ്ങളെ, നാവിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കൈകൊണ്ട് ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. മരിച്ച ആളെ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റുമോ? ഖബറിൽ കിടക്കുന്ന ആളെ ഖബർ തുറന്നിട്ട് മൂപ്പരെ കൊടുക്കാൻ പറ്റില്ലല്ലോ, മരിച്ചു പോയില്ലേ. എന്നാൽ നാവിന് അങ്ങനെയല്ല. നാവിന് കാലമില്ല. ജനിക്കാനുള്ള കുട്ടിയെ വരെ കുറ്റം പറയാൻ നാവ് കൊണ്ട് പറ്റും, അല്ലേ? ജനിച്ച് ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ച് നാവ് കുറ്റം പറയും. മരിച്ചു മണ്ണായിപ്പോയ ആളുകളെക്കുറിച്ചും നാവ് കുറ്റം പറയും. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് മറ്റു മുസ്ലിമീങ്ങൾ എന്ന് സുരക്ഷിതനാവുന്നുവോ അന്നാണ് നമ്മൾ മുസ്ലിമാവുകയുള്ളൂ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഷയം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. സൽസ്വഭാവത്തിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഇസ്ലാം തർക്കുഹു മാ ലാ യഅനി, ഉപകാരമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഉപകാരപ്പെടാത്ത വിഷയം ഒഴിവാക്കുക. അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആവട്ടെ, ഒരു യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലാവട്ടെ, ഒരു കൂട്ടുകാരനാവട്ടെ, ആരാവട്ടെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപകരിക്കാത്ത കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദീനിയായിട്ട് ഉപകാരം വേണ്ടേ? നമ്മുടെ കൂട്ടുകെട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും നേട്ടം വേണ്ടേ? മഹാനായ ഖുറൈസ് ഇബ്നു ഖബീസ റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ പോയി പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയോ? ഒരു നല്ല കൂട്ടുകാരനെ കിട്ടാനാണ്. അദ്ദേഹത്തിന് കൂട്ടുകാരനായി കിട്ടിയത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൂട്ടുകെട്ട് നമുക്ക് ഉപകരിക്കണം. നമ്മുടെ ഫോണും നമ്മുടെ വീട്ടിലെ ചാനലുകൾ ഉണ്ടോ, അത് നമുക്ക് ഉപകാരമില്ലേ, നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ഇങ്ങനെ തുടങ്ങി നമുക്കുപകരിക്കാത്ത ചർച്ചകൾ, അല്ല, വെറുതെ കുറേ സമയം ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റം പറഞ്ഞിരിക്കുക. രാഷ്ട്രീയം വേണ്ടെന്നല്ല, ഒരുത്തൻ്റെ കുറ്റം മറ്റൊരു പറയും, ഇവരുടെ കുറ്റം വരും പറഞ്ഞിട്ട് റമളാനത്തെ നോമ്പ് അങ്ങനെയുണ്ട് ഐസാക്കി കളയാം. നിങ്ങളൊന്ന് ആലോചിച്ചോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കുപകരിക്കാത്ത ചർച്ചകളും നമുക്കുപകരിക്കാത്ത കാര്യങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുക എന്നതാണ് സൽസ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മൂന്നാമതായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റൊരു ഹദീസാണ്. അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ ബേസായി പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേഷ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ദേഷ്യം പാടെ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് നടക്കുമോ? ഇല്ല. ദേഷ്യം മനുഷ്യൻ്റെ പ്രകൃതമാണ്. ദേഷ്യം ഒഴിവാക്കാൻ നമ്മെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്തിനാ പറ്റുള്ളൂ? ദേഷ്യം നിയന്ത്രിക്കുക എന്നതാണ് നമ്മെ കൊണ്ട് കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തൊരു സ്വഹാബി വന്ന് ഔസിനി യാ റസൂൽ അല്ലാ, റസൂലെ എനിക്കൊരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബിക്ക് അള്ളാഹിൻ്റെ റസൂൽ ഒരു ഉപദേശം കൊടുത്തു. ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുത്. ആ സ്വഹാബി പിന്നെയും വന്ന് റസൂലിനോട് ചോദിച്ചു, യാ റസൂൽ അല്ലാ ഔസിനി, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്കൊരു ഉപദേശം തരണം. വീണ്ടും റസൂൽ കൊടുത്ത ഉപദേശം ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുത് എന്നാണ്. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം, പ്രിയപ്പെട്ടവരെ, നീ ദേഷ്യപ്പെടരുത് എന്നാണ്. സർവ മോശം സ്വഭാവത്തിൻ്റെയും അടിത്തറ ദേഷ്യമാണെന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളത് നിയന്ത്രിക്കണം. ദേഷ്യം 2 രീതിയിലുണ്ട്. ദീനിന് വേണ്ടി ദേഷ്യപ്പെടുക, അത് നല്ലതാണ്. അത് പറ്റേ അടിച്ച് തമർത്തുക എന്നുള്ളതല്ല. ദീനിന് വേണ്ടി ഒരു ഗൗരവവും ദേഷ്യവും അത് അള്ളാഹിൻ്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി ജീവിതത്തിൽ അഥവാ സ്വന്തത്തിന് വേണ്ടി ഇന്ന് വരെ ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലരും ആക്രമിച്ചിട്ടുണ്ട്, അല്ലെ? നമുക്കറിയാം, മാപ്പ് കൊടുത്ത ചരിത്രങ്ങൾ ഒരുപാടാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, ആ ചെയ്തതിനെ റസൂൽ ശക്തമായി ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ചില ഹദീസുകളിൽ കാണാൻ കഴിയും, റുമ്മാൻ പഴം റസൂലിൻ്റെ മുഖത്ത് വെച്ചതുപോലെ എന്നാണ്. ചുവന്ന് തുടിച്ചിട്ടുണ്ട് ദേഷ്യം കൊണ്ട് എന്നാണ്. ദേഷ്യം ദീനിന് നമുക്ക് പറ്റും. ദുനിയവിയായ വിഷയങ്ങൾക്ക് വിട്ടുവീഴ്ച വളരെ പ്രധാനമായി നമുക്ക് ഉണ്ടാവണം എന്നുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്തൊരു മനുഷ്യൻ വന്നു. ഈ ദേഷ്യത്തിൻ്റെ ഒരു പ്രശ്നം അറിയിക്കാനാണ് കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുത്തൊരു ഒരാൾ വന്ന് പറയും, ഞാനൊരു പെണ്ണിനെ വിവാഹാലോചിച്ചു. അവൾ പറഞ്ഞു എന്നെ ഇഷ്ടമല്ല എന്ന്. അങ്ങനെ ഞാൻ അവളിൽ നിന്ന് തിരിച്ചു പോന്നു. വേറൊരു ചങ്ങായി അവളെ വിവാഹാലോചിച്ചു. അവൾ പറഞ്ഞു അവനെ ഇഷ്ടമാണ് എന്ന്. എനിക്കത് സഹിച്ചില്ല. ഞാൻ അവളോട് പോയി ആലോചന നടത്തിയപ്പോൾ അവൾക്ക് ഇഷ്ടമില്ല. എന്നാൽ മറ്റൊരാൾ പോയി ചോദിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. അതിനും ഞാൻ അവളെ കൊന്നു എന്നാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദേഷ്യത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നതേ. ഷെയ്ഖ് സ്വാലിഹ് അൽ മുനജ്ജിദിനൊരു കിതാബുണ്ട്, അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, ദേഷ്യത്തിലൂടെ ദീനിന്ന് വരെ ആളുകൾ പുറത്തു പോകുന്നതാണ്. ദേഷ്യത്തിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമ്പന്നനായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ തവാഫ് ചെയ്യാണ്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ചവിട്ടി. അപ്പോൾ ഈ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരാന്ന് നിനക്കറിയോ? അപ്പോൾ ഈ കറുത്ത വർഗ്ഗക്കാരൻ പറഞ്ഞു, ഇത് മത്താഫാണ്, ഇവിടെ നമ്മളൊക്കെ ഒരുപോലെയാണ്, ഇവിടെ ആര് എന്തെന്നൊന്നുമില്ല പറഞ്ഞു. അതെ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഈ ദീനെ എനിക്ക് വേണ്ടെന്നാണ്. അദ്ദേഹം ദീനിന്ന് പുറത്തു പോയി എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദേഷ്യം നമ്മളെ ദീനിന്ന് വരെ പുറത്ത് കളയിപ്പിക്കും അല്ലേ? ചില ആളുകളുണ്ട്, എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതാണ്, ഞാൻ ഇല്ല കേട്ടോ, പള്ളി കമ്മിറ്റിയിൽ ഞാനില്ല, പോവാണ്, സെക്രട്ടറി സ്ഥാനം വേറെ ആരെങ്കിലും നോക്കിക്കോളി, ആ പേപ്പർ ഇതൊക്കെ ഒറ്റ ഏറായിരിക്കും, എന്നിട്ട് ഇറങ്ങേണ്ടി പോകും. ആർക്കാ നഷ്ടം? അള്ളാൻ്റെ പള്ളിക്ക് നഷ്ടമുണ്ടോ? അള്ളാഹുവിൻ്റെ പള്ളി ഇങ്ങനെ തന്നെ നിൽക്കും പ്രിയപ്പെട്ടവരെ, നഷ്ടം നമുക്കാണ്. അപ്പം ദേഷ്യം അത് തീവ്രമായി മാറിയാൽ പിന്നെ നടക്കാനിരിക്കുന്നത് എന്താണെന്നൊന്നും നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും ശക്തമായ രീതിയിൽ നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ടല്ലോ, എങ്ങനെയാണ് കുട്ടിനെ എറിഞ്ഞാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് പൈതലിനെ അയാൾക്ക് അറക്കാൻ കഴിഞ്ഞത് അല്ലേ? ഗളബ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതില്ലാതെയാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഏറ്റവും നല്ലൊരു ഗുണം നമ്മളിൽ സമ്മേളിച്ചു കഴിഞ്ഞു. അത് സൽസ്വഭാവത്തിലെ ഏറ്റവും പവർ കൂടിയ റൈറ്റാണത്. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നാലാമത്തൊരു വിഷയം, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യുക്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, നിങ്ങൾക്കിഷ്ടപ്പെടുന്നൊരു കാര്യം തൻ്റെ സുഹൃത്തിനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മുടെ സുഹൃത്തിന് നമ്മൾ ആഗ്രഹിക്കുക. നേരെ തിരിച്ചല്ല ഉണ്ടാവേണ്ടത്. അവന് നശിക്കട്ടെ, അവൻ തൊലയട്ടെ, അവന് പക വെച്ച് അടക്കുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ മനസ്സ് നന്നാവല, മനസ്സും നാവും. ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി അല്ലേ, ലുഖ്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്, നീ ഒരു ആടിനെ അറക്കുക, എന്നിട്ട് ആ ആടിൻ്റെ ഏറ്റവും നല്ല മാംസം എനിക്ക് കൊടുന്നു തരിക. അപ്പോൾ ആടിനെ അറച്ച് ഈ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാവും ഹൃദയവും ഇദ്ദേഹത്തിന് കൊടുന്നു കൊടുത്തു എന്നാണ്. പിറ്റേന്ന് വീണ്ടും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഒരാടിനെ അറക്കുക, എന്നിട്ട് ഏറ്റവും മോശമായ അവയവം എനിക്ക് കൊടുന്നു തരിക. അപ്പോൾ വീണ്ടും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം നാവും ഹൃദയവും കൊടുന്നു കൊടുത്തു. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിച്ചു എന്നാണ്, എന്തപ്പോൾ ഞാൻ നല്ല അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നീ ഹൃദയവും നാവും കൊണ്ടുവന്നു, ചീത്ത മാംസം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും ഹൃദയവും നാവും നീ കൊണ്ടുവന്നു, ഇതെന്താ ഇങ്ങനെയെന്നാണ്. അപ്പോൾ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒരു മനുഷ്യനിൽ, ഒരു ജീവിയിൽ നന്നായാൽ ഏറ്റവും നല്ലത് ഹൃദയവും നാവുമാണ്, മോശമായാൽ ഏറ്റവും മോശം ഹൃദയവും നാവുമാണെന്നാണ്. അല വ ഇന്ന ഫിൽ ജസദി മുളഗ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, ഇദാ സുലഹത് സുലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം നന്നായാൽ നിങ്ങളെ മുഴുവൻ ശരീരവും നന്നായി എന്നാണ്, അത് മോശമായാലോ നിങ്ങൾ മുഴുവൻ കേടായി മാറി എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം നന്നാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇതുപോലെ റസൂൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ പറയാണ്, ഇപ്പോൾ ഒരാൾ വരും, സ്വർഗത്തേക്കുള്ള ആളാണെന്നാണ്. സ്വഹാബികളൊക്കെ ആശ്ചര്യത്തോടെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിക്കാണ്. കാരണം സ്വർഗത്തേക്കുള്ള ആളെന്ന് പറയുന്നത് റസൂലാണെങ്കിൽ അത് ഉറപ്പല്ല, ഒരു സംശയമില്ലല്ലോ. അവർക്കാണെങ്കിൽ സ്വർഗത്തേക്കാൾ വലുതൊന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കാൻ. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വന്നു. ഹദീസിൽ കാണാൻ കഴിയും, അദ്ദേഹം ചെരുപ്പ് കക്ഷത്ത് വെച്ച്, കക്ഷത്തിൻ്റെ ഇടയിൽ 2 ചെരുപ്പ് ഇങ്ങനെ വെച്ച് താടി രോമങ്ങളിലൂടെ വെള്ളം, ഉളുവിൻ്റെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നൊരവസ്ഥയാണ്. അങ്ങനെ മദീന പള്ളിയിലെ ഒരു തൂണിനടുത്ത് വന്ന് അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ ദിവസവും പറഞ്ഞു, ഇപ്പോൾ ഒരാൾ വരും, അയാൾ സ്വർഗത്തിലേക്കാണ്. ഇതേ മനുഷ്യൻ ഇതേ രൂപത്തിൽ ഇതേപോലെ 2 റക്അത്ത് വന്ന് നിസ്കരിക്കുന്ന അതേപോലെ വീണ്ടും ഉണ്ടായി. 3ാമത്തെ ദിവസവും ഇത് സംഭവിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. കാരണം ഈ 3 ദിവസവും സ്വർഗം കിട്ടാൻ മാത്രം എന്തു പ്രവൃത്തിയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്?
എന്താ അദ്ദേഹത്തിന് അതിനു മാത്രം ക്വാളിറ്റി ഉള്ളത്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനും ഉപ്പിയും തമ്മിലൊരു ചെറിയൊരു വഴക്കിലാണ്, അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം ഞങ്ങളെ വീട്ടിൽ താമസിക്കട്ടെ ചോദിച്ചു. അവർക്ക് ആവശ്യം സ്വർഗം കിട്ടലാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ നന്മ എന്താണെന്ന് അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടെ കൂടിയത്. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബികൾ ദീർഘമായി നിസ്കരിക്കുന്ന അത്രയൊന്നും അയാൾ നിസ്കരിക്കുന്നില്ല. സ്വഹാബികൾ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുന്ന അത്രയൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ഞങ്ങളോളം അമലൊന്നും അദ്ദേഹത്തിനില്ല. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കാൻ, ഞാൻ നിങ്ങളെ കൂടെ കൂടിയത് ഞാനും ഉപ്പിയും തമ്മിലുള്ള പ്രശ്നം കൊണ്ടൊന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം സ്വർഗത്തിൻ്റെ അവകാശിയെ പറഞ്ഞപ്പോൾ ആ 3 ദിവസവും നിങ്ങളാണ് ഞങ്ങൾക്ക് മുമ്പിൽ ഹാജരായത്. എന്താണ് നിങ്ങൾ അതിനു മാത്രം ഒന്നും ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നില്ല, എന്താണ് നിങ്ങൾക്ക് അതിനു മാത്രമുള്ള ക്വാളിറ്റി എന്നാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിൻ്റെ സാക്ഷ്യം കിട്ടിയ ആ സ്വഹാബി വര്യൻ പറഞ്ഞു, അബ്ദുല്ലാ, നീ കണ്ടില്ലേ ഞാൻ ചെയ്ത അമലുകൾ എത്രയാണെന്ന്? അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. എന്നാൽ അതിനൊരു കാരണം, ഒരു പക്ഷേ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരാളോടും പകയില്ലാതെയാണ് ഉറങ്ങാറ്, അതായിരിക്കാം ഞാൻ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാലികഹു, അത് തന്നെയാണ്, ഒരു സംശയവുമില്ല, അതങ്ങനെ എല്ലാവർക്കും കഴിയുന്നതല്ല എന്നാണ്. മനസ്സിൽ പകയില്ലാതെ, മനസ്സിൽ വിദ്വേഷമില്ലാതെ, മനസ്സ് ക്ലിയറായി, ഒരാളോടും ഒരു തരത്തിലുമുള്ള ദേഷ്യവുമില്ലാതെ കടന്നുറങ്ങാൻ പറ്റുക. പ്രിയപ്പെട്ടവർ, അതിനേക്കാൾ വലിയൊരു ഖൈറ് വേറെ ഇല്ല എന്നാണ്. നമ്മൾ മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെച്ച് ജീവിക്കേണ്ടവരല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരാണ്. മാത്രമല്ല നമ്മുടെ മനസ്സിൽ പകയുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരാണ്, അല്ലേ? റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസികളോട് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുതേ. മനസ്സെന്നുള്ളതൊക്കെ ഊരിക്കളയതാണ്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞതാണ്, അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ പകയും വിദ്വേഷവും ഞാൻ ഊരിയെടുക്കും, എന്നിട്ടാ സ്വർഗത്ത് കിടക്കാൻ പറ്റുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് ശുദ്ധമാണോ? നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? തെറ്റി നിൽക്കുന്നുണ്ടോ? അകന്ന് നിൽക്കുന്നുണ്ടോ? വിദ്വേഷമുണ്ടോ? പരസ്പരം, അല്ലേ? നല്ല നിസ്കാരമുണ്ട്, ദീനി സജീവ പ്രവർത്തകരാണ്, പക്ഷേ പ്രവർത്തകർ തമ്മിൽ തന്നെ കണ്ടുമുട്ടുമ്പോൾ ദേഷ്യത്തിൽ, പരസ്പരം ഈഗോ പ്രശ്നങ്ങളിൽ, പരസ്പരം വിദ്വേഷത്തിൽ ജീവിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് സ്വർഗം നേടാൻ പറ്റുക? അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കാതെ നമുക്കൊരിക്കലും ദീനിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തിന് നമുക്കെന്ത് വേണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സുഹൃത്തിനും കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. മാപ്പ് കൊടുക്കാൻ പഠിക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നല്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് നീ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഅഫു അന്നി അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ റബ്ബേ. ഇത് പറയാൻ നമുക്ക് അർഹത ഉണ്ടോ? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന പൊതുവായൊരു ഖാഇദ, ഒരു നിയമമുണ്ട് ഇസ്ലാമിൽ. നമ്മൾ എന്ത് ചെയ്തോ അതിനനുസരിച്ചാണ് പ്രതിഫലം കിട്ടുക. നമ്മൾ മാപ്പ് കൊടുക്കാതെ നമുക്ക് അള്ളാഹു മാപ്പ് തരുമോ? അള്ളാഹുവിൻ്റെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാലോ. ആയിഷ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ആരോപണം പറഞ്ഞുണ്ടാക്കിയ ആരോപണത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു പെട്ടു. അദ്ദേഹവും കൂടി, അല്ലേ? ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ടൊരു വ്യഭിചാര കള്ളക്കഥ ഉണ്ടാക്കിയത് നമുക്കറിയാം ചരിത്രത്തിൽ. ആ ആരോപണം പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അറിയാതെ മിസ്തഹ് റളിയല്ലാഹു അൻഹു പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ശപഥം ചെയ്തു. കാരണം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചെലവിൽ കഴിയുന്ന ആളാണ് ആര്? മിസ്തഹ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ സത്യം ചെയ്തെന്നറിയോ? മിസ്തഹിന് ഞാൻ ചെലവിന് കൊടുക്കൂല. ഏതൊരു പിതാവും സങ്കടം കൊണ്ട് ചെയ്തു പോകുന്നത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മോളെക്കുറിച്ച് ആരോപണം പറഞ്ഞുണ്ടാക്കുന്നതിൽ സ്വന്തം ഉപ്പയുടെ, അല്ലേ, ആ മോളുടെ വാപ്പാൻ്റെ ചെലവ് കഴിയുന്ന മനുഷ്യൻ കൂടെ കൂടിയപ്പോൾ വാപ്പ പറഞ്ഞു ഞാൻ ചെലവിന് കൊടുക്കൂല. അപ്പം അള്ളാഹ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വലാ യഅ്തലി ഉലിൽ ഫളി മിൻകും എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹ് ചോദിച്ചത്, അലാ തുഹിബ്ബൂന, നിനക്കിഷ്ടമില്ലേ? അള്ളാഹു നിനക്ക് പുറത്തു തരാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ അബൂബക്കർ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ അള്ളാഹ്, എനിക്ക് നിൻ്റെ പൊരുത്തം നിനക്ക് വേണം, നീ എനിക്ക് പുറത്തു തരണം, അതുകൊണ്ട് മിസ്തഹിന് ഞാൻ മാപ്പ് കൊടുക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റണം.
എന്താ നമുക്ക് മടി? നമ്മൾ ഇതിങ്ങനെ ഈ ദിക്ർ ചെല്ലുമ്പോഴും നമ്മൾ എത്രയോ കാലങ്ങളായി നമ്മളോട് ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്കിൻ്റെ പേരിൽ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഞാൻ മറക്കൂല അത്, ഞാൻ ജന്ന് പറഞ്ഞല്ലേ അത് മറന്ന് അതിന് മാത്രം അല്ലേ. ഒരു സ്ത്രീ പറഞ്ഞൊരു വാക്കെന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ പടച്ചോങ്ങ് ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ. നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേ അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇഅ്തികാഫിന് വരെ വരുന്ന സജീവമായി പങ്കെടുക്കുന്ന ഒരു വനിതയുടെ വാക്കാണ്. ഞാൻ അവൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്തതിൻ്റെ പേരിൽ, അവൾക്ക് പുറത്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ റബ്ബെന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താ? സഹോദരങ്ങളെ, നമുക്കെന്തേ മാപ്പ് കൊടുക്കാനൊരു മടി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ത്വായിഫിൽ നിന്ന് ശക്തമായ ഏറുകൊണ്ടിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ പോയി കയറുന്നത്. പ്രതീക്ഷയോടെയാണ് റസൂൽ അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഖദീജ ബീവിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അബൂ ത്വാലിബ് എല്ലാം മരണപ്പെട്ട വർഷത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, ഒരു ദഅവ ഫീൽഡിൽ എനിക്കൊരു സഹായമാകും എന്ന പ്രതീക്ഷയോടെയാണ് റസൂൽ ത്വായിഫിലേക്ക് പോകുന്നത്. കണ്ടവരൊക്കെ റസൂലിനെ ആട്ടിയെന്നാണ്. ബന്ധുക്കൾ പറഞ്ഞു, നീ ഇവിടെ വന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമായിട്ടില്ല, തിരിച്ചു മക്കയിലേക്ക് തന്നെ പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധുക്കളോട് പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ സഹായിക്കണ്ട, പക്ഷെ ഞാൻ ഇവിടെ വന്ന വിവരം നിങ്ങൾ പുറത്തു പറയരുത്. അവർ പറഞ്ഞു, അതും പറ്റൂല. എല്ലാ ആളുകളോടും അവർ പറഞ്ഞു പ്രചരിച്ചു, മുഹമ്മദ് വന്നിട്ടുണ്ട്, പ്രശ്നത്തിനാണ്. അവിടുത്തെ ആളുകളുടെ കയ്യിൽ കല്ല് കൊടുത്ത് മഹാനായ റസൂലിനെ എറിയിച്ചു. പ്രവാചകൻ്റെ കാലിൽ നിന്ന് രക്തം ധാരയായി ഒഴുകി. ചരിത്രം പറയുന്നത് റസൂൽ ഒരു കാല് എടുത്തു വെക്കുമ്പോൾ ആ കാലിലേക്ക് എറിയും, അടുത്ത കാലെടുക്കുമ്പോൾ ആ കാലിലേക്ക് എറിയുന്നാണ്. കാലിങ്ങനെ വെച്ച് ഓടുമ്പോൾ ഓരോ കാല് പൊക്കുന്ന കാലിലേക്ക് കുട്ടികൾ എറിഞ്ഞാട്ടുന്നാണ്. അങ്ങനെ എറിഞ്ഞാട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ഉത്ബന്നി ഷൈബന്നി തോട്ടത്തിൽ ഇങ്ങനെ അഭയം തേടി കിടക്കാൻ മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ഈ രണ്ട് മലകൾക്കിടയിൽ അവരെ മുഴുവൻ നശിപ്പിക്കട്ടെ? അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, ഒരിക്കലും വേണ്ട, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അവരുടെ ആ പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മൾ എന്ന് പറയാൻ നമുക്കെന്ത് യോഗ്യതയാണുള്ളത്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചെറുപ്പത്തിൽ കിണറ്റിൽ കൊണ്ടുപോയിട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ ഹത്തം തീർക്കുമ്പോൾ വായിച്ചു പോയിട്ടുണ്ടാവും സൂറത്തിൽ. ആ ചരിത്രം മൊത്തം ഇങ്ങനെ അല്ലേ, സൂറത്ത് യൂസുഫ് ഇങ്ങനെ തുടങ്ങി അവസാനം വരെയും ആ ചരിത്രത്തിൽ കൂടെ നമ്മൾ പോണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബാപ്പാൻ്റെ സംരക്ഷണം കിട്ടുന്ന ആ ഒരു പ്രായത്തിൽ, ഉപ്പാൻ്റെ ലാളനയും അതുപോലെ തന്നെ ഉപ്പയുടെ ആ ഒരു കൊഞ്ചലൊക്കെ കിട്ടുന്ന ആ ഒരു പ്രായത്തിൽ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ, അവിടുന്ന് പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കളൊക്കെ പാടെ യൂസുഫ് നബിയുടെ അടുക്കിലേക്ക് കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. അവിടുന്ന് യൂസുഫ് നബിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിച്ചതിന് ശേഷം ഈ ജ്യേഷ്ഠന്മാരൊക്കെ പാടെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മാപ്പ് തരണം. അപ്പോൾ എന്താ യൂസുഫ് നബി പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ആക്ഷേപവുമില്ല, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് മേലെ ഒരു ആക്ഷേപവും ഇല്ല എന്നാണ്, ഞാൻ മാപ്പ് തന്നു. ഒന്ന് ആലോചിക്കും. മാത്രമല്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തരട്ടെ, വഹുവ അർഹമുർ റാഹിമീൻ, അവൻ ഏറ്റവും പരമകാരുണ്യകനാണ്, അർഹമാണ്, ഏറ്റവും കരുണ കാണിക്കുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പാൻ്റെ കയ്യിൽ നിന്ന് ചെറുപ്പത്തിൽ കിണറ്റ് കൊണ്ടുപോയിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ആ സുഹൃത്തുക്കൾ, ആ സഹോദരങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു. ആ വാപ്പയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അല്ലേ, എത്രത്തോളം യാക്കൂബ് നബിയുമായിട്ടുള്ള ആ ഒരു ഇത് നമുക്കറിയാലോ, എത്രത്തോളം ആ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ മാപ്പ് കൊടുത്തു. ഇനി ബാപ്പയുടെ അടുത്ത് ഈ ചെറുപ്പക്കാരൊക്കെ പാടെ പോയപ്പോഴോ, മക്കളൊക്കെ പാട് ബാപ്പാൻ്റെ അടുത്ത് പോയപ്പോൾ ബാപ്പ പറഞ്ഞു അല്ലേ, ബാപ്പാനോട് കുറ്റസമ്മതം നടത്തി. അപ്പോൾ ഉപ്പയും പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തരട്ടെ. ഇതായിരുന്നു അമ്പിയാക്കളുടെ മാതൃക, മാപ്പ് കൊടുക്കുന്ന മാതൃക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. മക്ക വിജയത്തിൻ്റെ ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിരലിനൊടിച്ചാൽ വെട്ടി അരിയാൻ മാത്രം സ്വഹാബത്തും അവിടെ സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. പ്രവാചകനെ കല്ലെടുത്ത് എറിഞ്ഞാട്ടിയവരുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ അഭയം തേടിയപ്പോൾ പ്രവാചകൻ്റെ ശരീരത്തിലേക്ക് കല്ലിട്ട് പ്രവാചകനെ കൊല്ലാൻ നോക്കിയവരുണ്ട്. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളെ പീഡിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളെ ഒട്ടകപ്പുറത്തുനിന്ന് വലിച്ചിട്ട് ഗർഭം അലസിപ്പിച്ച
ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ്റെ മക്കൾ മരിക്കുമ്പോൾ പ്രവാചകനെ വന്ന് കളിയാക്കിയ, പ്രവാചകൻ്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തെ വികൃതമാക്കി യുദ്ധരണാങ്കണത്തിൽ നിന്ന് കരൽ കടിച്ച് പറിച്ച് അത് വായിലിട്ട് ചവച്ച് തുപ്പിയ ആളുകൾ മക്ക വിജയത്തിൻ്റെ ദിവസത്തിൽ പ്രവാചകൻ്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഹാദാ യൗമു മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണ് എന്നാണ്, ഇത് മാപ്പ് കൊടുക്കുന്ന ദിവസമാണ് എന്നാണ്. ഇത് പഠിപ്പിച്ച പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ മാതൃകയാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് മാപ്പ് കൊടുക്കുന്നവരായി മാറുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിവിടെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടൊരു കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ ഇന്നക അഫൂ എന്ന് പറയുമ്പോൾ പടച്ചോനെ ഞാനും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം എന്ന് നമുക്ക് പറയാനുള്ളൊരു മനസ്സുണ്ടാവണം. അതുകൊണ്ട് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്വാർത്ഥത, അത് നമ്മൾ വെടിയാം. സ്വാർത്ഥത നമുക്ക് വേണം പരലോകത്തിൻ്റെ വിഷയത്തിൽ. അത് പലപ്പോഴും ഉണ്ടാവില്ല. ഒന്നാം സഫക്ക് ഇങ്ങനെ അല്ലേ, ബസ് വിളിക്കാൻ നിൽക്കുന്ന ആളുകളെ പോലെ തന്നെ ക്ലീനർ ഇങ്ങനെ കയറ്റി വിടുന്ന പോലെ ഇങ്ങനെ ഒന്നിക്ക് കയറിക്കോളിയും പറയില്ലേ, അതേപോലെ തന്നെ ചില ആളുകൾ. പരലോകത്തിൻ്റെ വിഷയത്തിൽ ആ ഒന്നാം സഫൊക്കെ നമുക്ക് സ്വാർത്ഥത വേണം. ആദ്യം സക്കാത്തും സ്വതക്കയൊക്കെ കൊടുക്കുന്ന വിഷയത്തിൽ സ്വാർത്ഥത വേണം. പക്ഷെ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ സ്വാർത്ഥത കുറച്ച് മാറ്റണം. മുഹാജിറുകളും അൻസ്വാറുകളും ചരിത്രം നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം. വീട് പകുതി അങ്ങോട്ട് കൊടുക്കണം, മേലെ നില മുഹാജിറുകൾക്ക്, അടിയിലെ നില അവരെടുക്കാം. ചോദിക്കണം, നിങ്ങൾക്ക് എവിടെ സൗകര്യം നിങ്ങൾ എടുത്തോളി, എൻ്റെ ഭാര്യമാരിൽ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം ഞാൻ അവളെ തൊലാക്കി തരാം, നീ വിവാഹം കഴിച്ചോ. കച്ചവടത്തിന് കൂടെ കൊണ്ടുപോയിട്ട് പകുതി സാധനങ്ങൾ കൊടുക്കണം. അവർക്ക് പ്രിയപ്പെട്ടവരെ തൻ്റെ സുഹൃത്താണ് പ്രധാനം, തൻ്റെ കൂടെയുള്ളവരാണ് പ്രധാനം. നമുക്ക് കൂടെയുള്ളവരെ പരിഗണിക്കാൻ പറ്റണം അല്ലേ. കഴിഞ്ഞൊരു യാത്രയിൽ ബസ്സിൽ നിറയെ തിരക്കാണ്, പ്രായമുള്ള ആളുകളുണ്ട്, എല്ലാവരും ക്ഷീണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സുഹൃത്ത് ഇങ്ങനെ ആ ബസ്സിലിങ്ങനെ ഇരിക്കാൻ, 2 വയസ്സുള്ള കുട്ടീനെ സീറ്റിൽ വെച്ചിട്ട് മൂപ്പര് ഇരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടീനെ അടുത്തൊന്ന് മടിയിൽ വെച്ചാൽ ഒരു പ്രായമുള്ള മനുഷ്യൻ അവിടെ ഇരുന്നൂടെ? മനുഷ്യന്മാർ സ്വന്തത്തിലേക്ക് ചുരുങ്ങിപ്പോവാൻ, സ്വന്തം കാര്യം സിന്ദാബ എന്നുള്ള അർത്ഥത്തിലേക്ക് മാത്രം മാറാൻ, തൻ്റെ കാര്യം മാത്രം നോക്കി മറ്റുള്ളവരെ പരിഗണിക്കാതെ, മറ്റുള്ളവരിലേക്കൊന്നും ഇറങ്ങാതെ സ്വാർത്ഥത കാണിച്ച് ജീവിക്കുക, അത് നമുക്ക് നല്ലതല്ല. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ കാര്യം സിന്ദാബ എന്ന അർത്ഥത്തിലേക്ക് സഹോദരങ്ങളെ നമ്മൾ മാറരുത്. മറ്റുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് പറ്റണം. ചരിത്രം ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. യുദ്ധരണാങ്കണത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അല്ലേ, അവസാന ശ്വാസത്തിലാണ്. ആ അവസാന ശ്വാസത്തിൽ കിടക്കുന്ന സ്വഹാബി പറഞ്ഞു തൻ്റെ അടുത്തുള്ള സ്വഹാബി കൊണ്ടെടുക്കാൻ. ആ സ്വഹാബി പറഞ്ഞു തൻ്റെ അടുത്തുള്ള സ്വഹാബി കൊണ്ടെടുക്കാൻ. ഈ വെള്ളവുമായി അവിടെ എത്തിയപ്പോഴേക്കും മറ്റേ സ്വഹാബി മരിച്ചിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ടെത്തുമ്പോഴേക്കും 2ാമത്തെ ആൾ മരിച്ചിട്ടുണ്ട്. 3ാമത്തെ ആളിലേക്ക് എത്തിയപ്പോഴും 3ാമത്തെ ആൾ മരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മരിക്കുന്ന നേരത്ത് പോലും ഒരു തുള്ളി വെള്ളം തൻ്റെ സുഹൃത്തിൻ്റെ തൊണ്ടയിലൂടെ ഇറങ്ങട്ടെ, എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറയുന്ന ആ ഒരു മനോഭാവം, അതാണ് സ്വഹാബത്ത്. അത് നമ്മൾക്ക് ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കാൻ, പരിഗണിക്കാൻ പറ്റണം നമ്മുടെ കൂടെയുള്ളവരെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് അത്ഭുതമാണ്. നമ്മളൊക്കെ അവിടെ തോറ്റുപോകും കേട്ടോ. ഈ പറയുന്ന ഞാനാണെങ്കിലും നമ്മളൊക്കെ തോറ്റുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു മോതിരട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്വഹാബികൾക്കിടയിൽ. അപ്പോൾ ആ മോതിര റസൂലിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. റസൂൽ ഇതൊക്കെ ഇങ്ങനെ നോക്കും, സ്വഹാബികളെ നോക്കും, പിന്നെയും നോക്കും ഇതൊക്കെ, പിന്നെയും സ്വഹാബികളെ നോക്കും. അപ്പോൾ റസൂലിനാകെ ഈ മോതിരം എടുത്തിട്ട് റസൂലിൻ്റെ വലിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ ഇതിലേക്കും നോക്കുന്നു, നിങ്ങളിൽ നോക്കുന്നു, നിങ്ങളിൽ നോക്കും, പിന്നെ ഇതിനി നോക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളാ വലുത്, എനിക്ക് ഈ മോതിരല്ല വലുത് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പ്രിയപ്പെട്ടവർ വന്നാലും നമ്മളിതിലിങ്ങനെ തോണ്ടും അല്ലേ. നമ്മളെ അന്വേഷിച്ച് നമ്മുടെ കാണാൻ വേണ്ടി വന്ന നമ്മളെ അല്ലേ, വീട്ടിലേക്ക് വന്ന ഗസ്റ്റിനെ അവിടെ ഇരുത്തിയിട്ട് നമ്മളിതിലിങ്ങനെ തോണ്ടും, ഓരോ നോക്കൂല. നമ്മളിങ്ങനെ തോണ്ടി വർത്താനം പറയും. ആ റസൂലിൻ്റെ സ്വഭാവത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്താൻ കഴിയുമോ? നമ്മൾ എത്ര മത്സരിച്ചാലും നമ്മൾ എത്തുക കഴിയില്ല. അതുകൊണ്ട് എത്താനുള്ള ഒരു പിടിവള്ളിയിലേക്ക് ഒരു അല്പമെങ്കിലും ഒക്കെ ഉള്ളൊരു ശ്രമത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചില്ല, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്. അല്ലാഹുവേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എന്നെ എത്തിക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എത്തിക്കുക നീ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹ്, എൻ്റെ രൂപം നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കി തരണേ. നമ്മൾ പ്രാർത്ഥിക്കുക നിരന്തരമായി. നമ്മുടെ സ്വഭാവത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. നമ്മളെക്കുറിച്ച് ആളുകൾ നാളെ നമ്മുടെ മയ്യത്ത് ഈ മലപ്പുറത്തുനിന്ന് നമ്മുടെ പരിസരത്തുനിന്ന് ആ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോൾ ആളുകൾ ആ കട്ടിലേക്ക് നോക്കി കണ്ണീരൊലിപ്പിച്ച് പറയണം,
ഞങ്ങളെ താങ്ങായിരുന്ന, ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്ന, ഞങ്ങൾക്ക് സാന്ത്വനമായിരുന്ന, വാക്കുകൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾക്ക് ആശ്വാസമായിരുന്ന ഒരു നല്ല മനുഷ്യൻ്റെ മയ്യത്താണ് ആ പോകുന്നത് എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ് എന്നാണ് അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ നമ്മെക്കുറിച്ച് നോക്കി എന്നെ ഒരുപാട് വേദനിപ്പിച്ചവനാണ്, എൻ്റെ കുടുംബത്തെയും എന്നെയും പറയാത്ത ആരോപണങ്ങളില്ല, സാമ്പത്തികമായി എന്നിൽ നിന്ന് പല ബാധ്യതകളും വാങ്ങിയിട്ട് തിരിച്ചടക്കാതെയാണ് ആ ജനാസ പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വജബത്ത് ലഹുന്നാർ എന്നാണ് അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവന് നരകം നിർബന്ധമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൻ്റെ ക്വാളിറ്റി ഉള്ളവരായി മാറണം. ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മൾ അവസാനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിമിഷങ്ങൾ അല്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് റമദാൻ അങ്ങനെ സ്പീഡിലാണ് അല്ലേ, ഹൈവേയിലേക്ക് കയറി അതിലിങ്ങനെ സ്പീഡോമീറ്റർ ഇങ്ങനെ കയറി പോകുന്നതിൻ്റെ വേഗതയിലാണ് റമദാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, സ്വഹാബത്ത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് പൊട്ടിക്കരയുക. നമ്മളും സ്വഹാബികളും തമ്മിലുള്ള ഒരു ഈമാനിൻ്റെ ഒരു അന്തരം പരിശോധിക്കാനാണ് കേട്ടോ ഞാനിത് പറയുന്നത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവസാന നിമിഷത്തിൽ കരയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയ ആളുകൾ ചോദിച്ചു, യാ മുആദ് ലിമ തബ്കി, മുആദ് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, മാ അബ്കി അല ദുനിയാക്കും, ഞാൻ കരയുന്നത് എൻ്റെ കുടുംബത്തിനോടുള്ള വേർപാടിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, എൻ്റെ സമ്പത്തും എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ പരിസരവും ഭൗതികതയുടെ പച്ചപ്പും ഈ ലോകത്തോട് വിട പറയുന്നു എന്നതിൻ്റെ സങ്കടം കൊണ്ടല്ല മുആദിൻ്റെ കണ്ണുകൾ നനഞ്ഞത് എന്നതാണ്. എന്തിനാ കരയുന്നത്? അബ്കി അലല്ലമ ഇൽ ഹവാജിർ, ചൂടുള്ള പകലുകളിൽ ഇനി എനിക്ക് നോമ്പ് നോക്കാൻ പറ്റില്ലല്ലോ എന്നാണ്. ഒന്നാമത്തെ വിഷയം അദ്ദേഹം പറഞ്ഞാണ്, നല്ല ചൂടുള്ള വെയിലുള്ള ദിവസത്തിൽ എനിക്ക് നോമ്പ് വെക്കാൻ കഴിയില്ലല്ലോ എന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് വെയിലില്ലാത്ത ദിവസം നോമ്പ് നോറ്റ് നമ്മൾ പറയും ഇന്നൊരു വെയിലിനൊരു ആശ്വാസം ഉണ്ട് അൽഹംദുലില്ലാഹ്. സ്വഹാബത്ത് ത്യാഗം ചെയ്യാനുള്ള മനസ്സുള്ളവരാണ്. ത്യാഗം കൂടുമ്പോൾ പ്രതിഫലം കൂടും എന്ന തിരിച്ചറിവുള്ളവരാണ്. നോക്കൂ നിങ്ങൾ. രണ്ടാമത് ഞാൻ കരയുന്നത്, ശക്തമായ തണുപ്പുള്ള രാത്രികളിൽ ഇനി എഴുന്നേറ്റ് നിസ്കരിക്കാൻ, രാത്രി നിസ്കരിക്കാൻ എൻ്റെ അവസരം തീർന്നല്ലോ എന്നതിനാലോചിച്ചിട്ടാണെന്നാണ്. നോക്കൂ നിങ്ങൾ. മൂന്നാമത് കരയുന്നത്, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന സദസ്സുകളിൽ ഇനി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നതിനാലോചിച്ചിട്ടാണ് ഞാൻ. നോക്കൂ നിങ്ങൾ, മരിക്കുന്ന നേരത്ത് പോലും ദീനി സദസ്സിനെ ഓർത്ത് കരഞ്ഞവർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നതിനെക്കുറിച്ച്. അപ്പോൾ അവരുടെ ഈ ഈമാൻ എന്താ? അവരുടെ ഈമാൻ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഈമാനിൻ്റെ അവസ്ഥ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഈമാനിലേക്ക് നമ്മെ ഉയർത്തുമാറാകട്ടെ. വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈമാൻ തരുന്നത്. ആ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ ഭംഗിയാക്കുന്നത്, അലങ്കരിക്കുന്നത്. ഈമാൻ സീനത്തുൽ ഖൽബാവുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും നമുക്ക്. എന്ത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും മധുരമുള്ള ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് പറ്റും. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ധിക്കാരവും അള്ളാഹുവിനോടുള്ള ഏതെല്ലാം തരത്തിലുള്ള നന്ദികേടുണ്ടോ അതൊക്കെ വല്ലാത്ത വെറുപ്പുള്ള മനസ്സാക്കി മാറ്റാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യുമ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻ ഖുലൂബനാ ബിൽ ഈമാൻ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടെ അതിലേക്ക് ചേർത്ത് വെക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരികയാണ്. മക്കയിൽ കഅബയുടെ അടുത്ത് നബി ഇങ്ങനെ ഇരിക്കുകയാണ്, കഅബയുടെ തണലിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു തആല വന്നപ്പോൾ പറഞ്ഞു, വറബ്ബുൽ കഅബ ഹുമുൽ അഖ്സറൂൻ, അള്ളാഹുവിൻ്റെ കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം, അവർ നഷ്ടക്കാരാണ്. അപ്പോൾ അബൂദർ റളിയല്ലാഹുവിനെ കണ്ടപ്പോഴാണ് ഇത് റസൂൽ പറഞ്ഞത്. അപ്പോൾ അബൂദർ റളിയല്ലാഹു ബേജാറായി. അബൂദർ റളിയല്ലാഹു നബിൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു, നബി അതെന്താ എന്നെ കണ്ടപ്പോൾ ഒരു വർത്തമാനം, അതാരെക്കുറിച്ചാണോ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു ഒരാളുടെ കയ്യിൽ സമ്പത്ത് കൊടുത്തിട്ട് പിന്നെ റസൂൽ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. വലതുഭാഗത്തേക്ക് കാണിച്ചു, മുമ്പേക്ക് കാണിച്ചു, ഇടത്തേക്ക് കാണിച്ചു, പുറകിലേക്ക് കാണിച്ചു. റസൂൽ പറയാണ്, ഇങ്ങനെ നാലാ ഭാഗത്തു കൂടെയും അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അവരാണ് നഷ്ടക്കാരെന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ കിട്ടുന്നത് ഏതൊക്കെ മാർഗമാണോ അവിടെയൊക്കെ നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സമ്പത്തും
ഹൃദയവിശാലതയും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ മരിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗീയ അനുഭൂതികളിലേക്ക്, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അപാകതകളുണ്ട്, ആരും പരിപൂർണരല്ല. റഹ്മാനായ റബ്ബ് നമ്മുടെ ഇബാദത്തുകളിലെ അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന രാത്രികളാണ് ഓരോ രാത്രികളും. ഓരോ രാത്രിയും അവസാനിക്കുമ്പോൾ പടച്ചറബ് സുബ്ഹാനഹു വ തആല ഈ റമദാനിൻ്റെ അവസാനം വിട പറയുന്നതിന് മുമ്പ് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസം കണ്ടത് പുല്ല് അത് ജ്യൂസാക്കി കുടിക്കുന്നതാണ്. വല്ലാത്ത പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്തിനെ നമ്മൾ മനസ്സിലാക്കുക, അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകറ്റിക്കൊടുത്ത് ഇസ്സത്ത് എന്നുള്ള സമൂഹമാക്കി അവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്കെല്ലാം അള്ളാഹുവിൻ്റെ സഹായം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന് ഏറ്റവും നല്ല നിർഭയത്വം ലഭിക്കുന്നൊരു ഭരണകൂടത്തെ റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.